അല്ല, അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത്. സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി പൂർവ്വസ്ഥിതിയായി. അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല. സാങ്കേതികമായി തന്നെ പാടില്ല. ധാർമ്മികമായി പിന്നെ സംശയമില്ല. ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി ഒഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കീഴ്വഴക്കം രീതിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം. പക്ഷേ രാജിവെക്കില്ല എന്നൊരു പ്രതികരണമാണ് മന്ത്രി നടത്തിയിട്ടുള്ളത്. അത് ധാർമ്മികമായി ശരിയല്ല. അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. സാങ്കേതികമായി പോലും, കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം രാജിവെച്ചതല്ലേ. സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിയായി തുടരും? അതിനിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്നു. രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാനിപ്പോൾ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കീഴ്വഴക്കനുസരിച്ചും അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കേണ്ടി വരും. അതാലോചിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് അത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹം മാത്രം ഇനിയിപ്പോൾ പുനരന്വേഷണം നടക്കണം. അതിനു മുമ്പ് തന്നെ കോടതി കാര്യങ്ങൾ, കോടതിയുടേതായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തും. ഇന്ന് അദ്ദേഹം രാജിവെക്കില്ല എന്ന നിഷേധാത്മകമായ നിലപാടെടുത്താലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. നിലപാട് ഞങ്ങൾ ഇപ്പം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിനിടയിൽ സജി ചെറിയാൻ്റെ രാജിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമൊന്നും ഇവിടെ ആരംഭിക്കേണ്ട കാര്യമില്ല. കാരണം ഭരണകൂടത്തിൻ്റെ ഈ ഏകപക്ഷീയമായ ഭരണഘടനാ വിരുദ്ധ നിലപാടിന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ മുമ്പിൽ ഭരണഘടന നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൊല്യൂഷനാണ് കോടതി. ഇപ്പം എല്ലാ കോടതിയിൽ നിന്നാണ് നീതി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ്റിൽ നിന്നല്ല. അപ്പോൾ കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ ധിക്കാരപരമായ നിലപാട് കോടതി അംഗീകരിക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങൾക്ക് ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്താൻ തന്നെ സമയമില്ല. പിന്നെ ഇതുപോലൊരു ഭരണഘടന വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രിക്ക് വേണ്ടി പ്രക്ഷോഭം നടത്താൻ പ്രത്യേക സമയം കണ്ടെത്തേണ്ടി വരും.